കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പത്തിനും പഴംപൊരിക്കും ഓർഡറുള്ള ദിവസത്തെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി പറയാമോ, ഉണ്ണിയപ്പത്തിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണം എന്നൊക്കെ. ഇത് നമുക്കൊരു 100-150 ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് 1 കിലോഗ്രാം പച്ചരിക്ക് 1 ഗ്ലാസ് പുഴുക്കലരി എന്ന തോതിൽ വെവ്വേറെ പാത്രത്തിൽ പൊതിരാനായിട്ട് വെക്കണം. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും പൊതിർന്നാൽ നല്ലത്. ആദ്യം തന്നെ പൊതിർന്ന പുഴുക്കലരി നന്നായി കഴുകിയതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, തരിതരിങ്ങനായിട്ട് വേണം അരച്ചെടുക്കാൻ, നന്നായിട്ട് അരയാൻ പാടില്ല. അതിനുശേഷം പൊതിർത്തിയ 1 കിലോഗ്രാം പച്ചരിയും ഇതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അതും നേരത്തെ പറഞ്ഞതുപോലെ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. പച്ചരിയും പുഴുക്കലരിയും അരച്ചെടുത്ത് ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം പാവാക്കി എടുക്കലാണ്. 1 കിലോഗ്രാം വെള്ളം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പാവാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അപ്പത്തിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം പാവാക്കിയത് ചൂടോടെ തന്നെ അരിച്ച് വേണം ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അരിക്കാണ്ട് ചേർത്ത് കൊടുക്കല്ലേ, വെള്ളത്തിന്റെ അടിയിൽ എന്തായിട്ടും കല്ലുണ്ടാവും കേട്ടോ. പിന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത 500 ഗ്രാം മൈദ കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം. മൈദേന്റെ ആ കട്ട ഉടയും വരെ നന്നായി ഇളക്കി യോജിപ്പിക്കണേ. ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചുട്ടാലുണ്ടല്ലോ ഉണ്ണിയപ്പം നല്ല പൂ പോലെ സോഫ്റ്റ് ആയി കിട്ടും. അതുകൊണ്ട് രാവിലേക്കുള്ള ഓർഡറാണ്, നമ്മൾ രാത്രി തന്നെ കൂട്ട് തയ്യാറാക്കി വെച്ചു. പിന്നെ ബാക്കി പരിപാടി രാവിലെയാണ് കേട്ടോ. 2 ടീസ്പൂൺ അവല്, 5 ഏലക്കായി, 4 കഷ്ണം ചുക്ക്, 1 ടീസ്പൂൺ ജീരകം ഇത്രയും പൊടിച്ച് ചേർത്തതിന് ശേഷം 1 നേന്ത്രപ്പഴം മിക്സിന്റെ ജാറിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം അതും കൂടി നന്നായിട്ട് അരച്ച് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതാ 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് വേണ്ടത് ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. കണ്ടില്ലേ ഇതാ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഈ ഒരു മുറിന്റെ പകുതി തേങ്ങാക്കൊത്ത് എടുത്തതിന് ശേഷം നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു പാകത്തിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിന്റെ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കാര അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഉണ്ണിയപ്പം ചുട്ടെടുത്താലുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. കൂട്ട് ഗ്ലാസ്സിലേക്കാക്കി ഇതുപോലെ വേണം കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുന്നതിനും അമ്മക്കൊരളവുണ്ട് കേട്ടോ. അതാണ് അമ്മേൻ്റെ ഉണ്ണിയപ്പം നല്ല ഷേപ്പിലും പെർഫെക്റ്റിലും കിട്ടുന്നത്. പിന്നെ ഉണ്ണിയപ്പം ചുടുന്ന സമയത്ത് തീ ഒരുപോലെ കത്തണം കേട്ടോ. തീ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാലും കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. പിന്നെ ഇതുപോലെ തിരിച്ചു മറിച്ചോട്ട് ഉണ്ണിയപ്പത്തിന്റെ ഉൾഭാഗം നന്നായിട്ട് വേവുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണേ. ചെറിയ ചെറിയ ഓർഡറെല്ലാം പിടിച്ച് നിങ്ങൾക്കും ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇതാ നമ്മളെ ഉണ്ണിയപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഉണ്ണിയപ്പാക്കേണ്ട റെസിപ്പി ഇതാ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് അറിയിക്കണേ.